ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 46. അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയിട്ട് 45 ദിവസമായി. ഇനി 5 ദിവസങ്ങൾ കഴിഞ്ഞാൽ 50ാമത്തെ എപ്പിസോഡാകും. ഇന്നത്തെ എപ്പിസോഡിന് വളരെയധികം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി തിരിച്ചു വന്ന ദിവസം കൂടിയാണ്. മറ്റാരുമല്ല, നമ്മുടെ സിജോ ഹൗസിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. 3 ആഴ്ചത്തെ വിശ്രമത്തിന് ശേഷം, റോക്കിയുമായിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം സിജോ ഹോസ്പിറ്റലിലായിരുന്നു. സിജോയുടെ താടിയെല്ലിന് പൊട്ടലുണ്ടായിരുന്നു, അതിൻ്റെ സർജറി ആയിരുന്നു, അത് കഴിഞ്ഞ് റെസ്റ്റിലായിരുന്നു. അങ്ങനെ 3 വീക്കിലെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യുടൻ മടങ്ങിയെത്തിയിരിക്കുകയാണ് ഹൗസിനുള്ളിലേക്ക്. ഒരു മാരക എൻട്രിയൊക്കെയായിരുന്നു. എന്തായാലും ഇനി കളിയൊന്ന് കൊഴുക്കും, കാരണം ദ പവർ ഈസ് ബാക്ക്, ദ പവർ മാൻ ഈസ് ബാക്ക്. എന്തായാലും കളി കൊഴുക്കട്ടെ. ഇനിയാണ് ഒരു ഊർജ്ജം, അതായത് സിജോ പുറത്തു നിന്ന് കളി കണ്ടിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവിടെ പലരും സിജോയോട് ഓരോ കാര്യങ്ങൾ പോയി ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാന ആൾ ജാസ്മിനാണ്. ജാസ്മിൻ ഇപ്പോൾ അറിയേണ്ടത് ഈ ഒരു ലവ് ട്രാക്ക് വെളിയിൽ എങ്ങനെയാണ് റെസ്പോൺസ് എന്നുള്ളതാണ്. അത് കുത്തി പോയി ചോദിക്കുന്നു. ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുക്കുന്നു, ജാസ്മിൻ എന്താണ് അറിയേണ്ടത്, ഞാൻ പറഞ്ഞാൽ മതിയോ എന്നുള്ളത്. അതായത് ജാസ്മിൻ അറിയണം ജാസ്മിൻ എന്താണ് പുറത്തുള്ള ഔട്ട്പുട്ട് എന്ന്, അതറിയാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും സിജോ ഗെയിമിലേക്ക് വന്നു. ഇന്ന് പവർ ടീമുമായിട്ടുള്ള ആ ഒരു പവർ ടാസ്കിൻ്റെ 2ാമത്തെ ദിവസമായിരുന്നു. ഇന്ന് 3 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഒരു ടാസ്ക് നടത്തിയിരുന്നത്. അത് ഓരോ ഘട്ടങ്ങളിലും ഓരോ പോയിന്റ് വെച്ചിട്ട്. അങ്ങനെ ഇന്നത്തെ ഒരു അപരനെ കണ്ടത്, അങ്ങനെ എന്തായിരുന്നു ഒരു പേര്, അപരൻ എന്നുള്ള ആ ഒരു ഗെയിം വളരെ രസകരമായിട്ടുള്ള കുറച്ച് ബ്രെയിൻ യൂസ് ചെയ്യേണ്ട ഗെയിമായിരുന്നു. ആ ഒരു ഗെയിമിലും വിജയിച്ചിട്ട് ടീം 10 നാളെ പവർ ടീമുമായിട്ട് അവസാന അംഗത്തിനൊരുങ്ങുകയാണ്. നാളെ അറിയാം പവർ ടീം അവരുടെ പവർ നിലനിർത്തുമോ അതോ ഡെൻ അത് പോകുമോ എന്നുള്ളത്. എന്തായാലും ഡെന്നിലിപ്പം അവർക്ക് ആൾബലം വളരെ കുറവാണ്. കാരണം അൻസിബ, ജാസ്മിൻ, ജിൻഡോ 3 പേരേ ഉള്ളൂ. അവരുടെ 2 പേര്, ഒരാൾ സിബിൻ, മറ്റേത് പവർ ടീമിലാണല്ലോ. സിബിൻ പുറത്താണ്, സിബിൻ ഹോസ്പിറ്റലിലാണ്. സിബിൻ നാളെ മടങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പവർ തിരിച്ചു വരും അവർക്ക്. കാരണം കളിക്കാനും മെൻ്റലിയും ബ്രെയിൻ ഉപയോഗിക്കാനും എല്ലാം അവരുടെ ബ്രെയിനാണ്, സെൻട്രൽ പോർഷനാണ് സിബിൻ എന്ന് പറയുന്നത്. എന്തായാലും ജിൻഡോ പവറുള്ള ഗെയിമാണ്, അല്ലെങ്കിൽ മസിൽ പവർ വേണ്ട ഗെയിമാണെങ്കിൽ ജിൻഡോ അവിടെ ഉണ്ട്. ജിൻഡോ എന്തിനു തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. നാളെ പവർ ടീമിൽ പേടിക്കാനായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗബ്രി, ഋഷി, ശ്രീരേഖ ആണുള്ളത്. പിന്നെ പൂജ ഇപ്പോൾ ഇല്ല. പിന്നെ ശരണ്യ. അവനെ പേടിക്കുന്നത് മസിൽ പവറുമായിട്ടുള്ള ഫിസിക്കൽ ഗെയിം ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ടീം 10 ജയിക്കാം. ഇനി മെൻ്റൽ പവറാണ് വേണ്ടതെങ്കിൽ ഇവിടെ 2 പേരുണ്ടല്ലോ, ജാസ്മിനും അതേപോലെ തന്നെ അൻസിബയും ഉണ്ട്. എന്തായാലും നമുക്ക് നാളെ വെയിറ്റ് ചെയ്യാം. ഇന്ന് സിജോ വന്നതിൻ്റെ ആ ഒരു ചൂടും കാര്യങ്ങളുമായിരുന്നു. സിജോ നല്ല രീതിയിൽ തന്നെ ഇന്നും കളിച്ചിട്ട് 10 ദിവസം തന്നെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സിബിൻ്റെ വരവ് ബിഗ് ബോസ് ഹൗസിലൊന്ന് കൊഴുക്കും. ഈ വീക്കെൻഡിലാലട്ടം വന്നിട്ട് സിജോയോട് എന്തൊക്കെയാണ് സിബിൻ എന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ. കാരണം ഈ ഒരാഴ്ച നമ്മൾ സിബിനാണ് ഫോക്കസ് ചെയ്തതുകൊണ്ടാണ്. സിജോയോട് എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, സിബിൻ്റെ നില എന്താണ്, സിബിൻ എന്ന് മടങ്ങി വരും, പൂജ എന്ന് തിരിച്ചു വരും. പൂജയ്ക്ക് 2 ദിവസമാണ് റെസ്റ്റ് പറഞ്ഞത്. ഇനി സിബിൻ മടങ്ങി വരുന്നതെന്നാണ്. സിബിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു ഒന്ന് കൂൾ ഡൗൺ ആയി കഴിഞ്ഞാൽ മച്ചാൻ ഓക്കെയാണ്. പക്ഷേ ഒന്ന് കൂൾ ഡൗൺ ആവണം. സിബിൻ തിരിച്ചു വരണം. സിബിൻ വന്നെങ്കിലേ കളി ഒന്ന് കൊഴുക്കുള്ളൂ. ഇനിയിപ്പം സിജോ മറുഭാഗത്തുണ്ട്, സിബിന് പറ്റിയ എതിരാളിയാണ്. പിന്നെ ഗബ്രി, ജാസ്മിൻ, അവിടെയാണ് പ്രശ്നം. ഗബ്രിയും ജാസ്മിനും പിരിയുകയാണെന്നുണ്ടെങ്കിൽ കളി വേറൊരു രീതിയിലേക്ക് പോകും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതൊരു രണ്ടും 2 വഴിക്കാകുമെന്നുള്ളത്. മേ ബി ഇത് ജാസ്മിൻ്റെ ഒറിജിനൽ സ്വഭാവമാണോ അതോ ജാസ്മിൻ ഇതിനകത്ത് ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. എന്തായാലും ജാസ്മിൻ ഗബ്രിയുമായിട്ട് ഒട്ടി തന്നെയാണ് നിൽക്കുന്നത്. ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൂടി ജാസ്മിൻ ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡാണ് ഗബ്രിയുമായിട്ട്. പലരും പലതും പറയുന്നുണ്ട്. അതായത് ജാസ്മിൻ ഇങ്ങനെ തന്നെയാണ് പുറത്തും, ജാസ്മിൻ ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പൊക്കെ ഉള്ള ഒരാളാണെന്നൊക്കെ ടോക്ക് വരുന്നത്. നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല, അകത്തെന്താണ് എന്നുള്ളതാണ്. ഏതായാലും റസ്മിന് ഗബ്രിയോടൊരു ക്രഷുണ്ട്, ശ്രീധുവിനോടൊരു ക്രഷുണ്ട്. അവർക്ക് ക്രഷില്ലാത്ത ആരോടാണ് റസ്മിൻ കറക്റ്റ് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്ത് സ്ക്രീൻ പ്രസൻസ് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളാണ്. അത് കറക്റ്റ് എവിടെയാണോ സ്ക്രീൻ പ്രസൻസ് വേണ്ടത് അവിടെ പോവുക, ഒട്ടുക, അങ്ങനെയാണ്. അന്ന് കഴിഞ്ഞ ആഴ്ച കിട്ടില്ല അതിന്, മറ്റേ ജയിലിൽ കൊടുത്താൽ. എന്തായാലും റസ്മിൻ എന്ത് സംഭവിക്കും, റസ്മിൻ എന്താ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് ഒരു ഐഡിയയുമില്ല. പക്ഷേ ഈ വീക്ക് ഒന്നിൽ കൂടുതൽ എവിക്ഷൻ ഉണ്ടായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ 20 പേരായെന്ന് തോന്നുന്നല്ലേ, വീണ്ടും 20 പേരായി. വന്ന ആളുകളെയും ഇപ്പോൾ ഉള്ള ആളുകളെയും കൂട്ടി 2 പേര് പുറത്താണെങ്കിൽ തന്നെ 20 പേരായി. അപ്പം ഒരു 2-3 എവിക്ഷൻ, മേ ബി 4 വരെ ആകാനുള്ളൊരു ചാൻസ് ഉണ്ട്.
ഇത് ആരൊക്കെ പുറത്തു പോകും, ആരൊക്കെ അകത്ത് നിൽക്കും എന്നാണ് നമുക്കറിയേണ്ടത്. ഒന്നിൽ കൂടുതൽ, അതായത് 4 പേരൊക്കെ പോകുകയാണെങ്കിൽ റസ്മിൻ ഉറപ്പായിട്ടും പുറത്താവാനുള്ളൊരു ചാൻസ് ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലേ. വെയിറ്റ് ചെയ്ത് കണ്ടറിഞ്ഞ് തന്നെ കാണാം. ഇനി നാളത്തെ ആ ഒരു ടാസ്കിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബിഗ് ബോസ് ഹൗസിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്.